ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ പറയാണ്, എൻ്റെ കുഞ്ഞാണ് അത് വയറ്റിൽ കിടക്കുന്നത്, അതൊരു ആൺകുഞ്ഞാണ്, വിനയനെ ജയിപ്പിച്ച് നിർത്താൻ ജനിച്ച കുഞ്ഞാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ലതിക പറയാണ്, എടാ യോഗമില്ലാത്ത കുഞ്ഞിനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ വിനയം പറയും, ആര് പറഞ്ഞു യോഗമില്ലാന്ന്? യോഗമുണ്ട്, യോഗമുള്ളത് കൊണ്ടാണല്ലോ അതിനെ ആദ്യം ആഘോഷം ചെയ്യാതെ ആ വിവരം എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ യോഗമുണ്ടായിട്ടല്ലേ ദൈവം എന്നെ അറിയിച്ചത്. അപ്പോൾ അതെനിക്ക് വിധിച്ച കുഞ്ഞാണ്. അതുകൊണ്ട് ഈ വിനയൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുന്നത് ആ കുഞ്ഞിലൂടെയായിരിക്കും. അത് ആൺകുഞ്ഞാണ് എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ, വിനയ, നീ വെറുതെ ഇനിയും ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. അപ്പോഴേക്കും വിനയം പറയും, ആ മാഷിൻ്റെ മക്കളും ഒരുമിച്ച് നിന്ന് കളിക്കുന്ന കളിയാണ്. മാഷ് കൂടെ ഉണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് കളിയും കളിക്കാമല്ലോ. അതാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഈ വിനയം വെറുതെ വിടില്ല. ഈ വിനയൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തെളിയിക്കും. അപ്പോൾ ഉടൻ തന്നെ ലതിക പറയണേ, എടാ, ഒരു പക്ഷേ അവർ നീ വിചാരിക്കുന്നത് പോലെയല്ലെങ്കിലോ, അവർ ഈ കുഞ്ഞിനെ കാണിക്കാനാണ് വന്നതെങ്കിലോ ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണല്ലോ കുഞ്ഞിനെ കാണിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ലതിക പറയും, ഒരുപക്ഷെ അവൾക്ക് സംശയം തോന്നി ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വന്നതാണെങ്കിലോ, ഒരുപക്ഷെ അവൾക്ക് ഇല്ലെങ്കിലോ അതുകൊണ്ടായിരിക്കും ഡോക്ടർ റിപ്പോർട്ട് തരാതിരുന്നത്. അപ്പോഴേക്കും വിനയം പറയാം, ഉമ്മ പറയുന്നത് പോലെയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, അവൾക്ക് വിശേഷമുണ്ട്, ആ വിശേഷമുണ്ടെന്ന് ഞാൻ തെളിക്ക് നോക്കിക്കോ. അപ്പോൾ ഉടൻ തന്നെ, എടാ, നീ വെറുതെ കേസും കൂട്ടവുമായി പോയി കഴിഞ്ഞാൽ തീർച്ചയായും നീ തന്നെ ആയിരിക്കും ജയിലിൽ പോയി കിടക്കുക, നിനക്ക് ജാമ്യം വരെ റദ്ദാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിനയനൊരു പേടി വന്നു കേട്ടോ. അങ്ങനെ, എടാ, നീ വിചാരിക്കുന്നത് പോലെയല്ല, ഇത് കളി വേറെയാണ്. അപ്പോഴേക്കും വിനയം പറയാം, അത് പറഞ്ഞപ്പോഴാണ്, ജാമ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അവൾ വക്കീലിനെ ഏൽപ്പിച്ചിട്ടല്ലേ ഇപ്പോൾ ഈ ജാമ്യം കാര്യങ്ങളൊക്കെ വക്കീൽ നോട്ടീസൊക്കെ അയച്ചത്. അപ്പോൾ എനിക്ക് അവൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം. അതെന്താ, എന്ത് വക്കീൽ നോട്ടീസായി നീ അയക്കാൻ പോകുന്നത്? അത് എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്നും അതിനെ അബോർഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുള്ളൊരു വക്കീൽ നോട്ടീസ്. അപ്പോൾ ഉടൻ തന്നെ വിനയനോട് ലംബോദരം പറയണേ, അതിനൊക്കെ ഒരുപാട് ക്യാഷ് വേണ്ടേ, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, കുടുംബം വിറ്റിട്ടാണെങ്കിലും ക്യാഷിന് പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് വിനയനും പറയുന്നു കേട്ടോ. അതിനൊപ്പം ലതിക നിന്ന് കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയവും ശ്യാമും സത്യനും സോനയും കൂടി കണ്ടുമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ശ്യാമു പറയാണ്, വിചാരിക്കുന്നത് പോലെയല്ല ആ ജോത്സ്യൻ്റെ പ്രവചനം എങ്ങനെയെങ്കിലും എല്ലാവർക്കും എത്തിക്കാൻ നോക്കുകയുള്ളൂ സത്യ, പ്രത്യേകിച്ച് അനുചേച്ചിയിൽ. അപ്പോൾ സോന പറയാണ്, എൻ്റെയും ബലമായ സംശയം അതാണ്, ഇന്ദ്രേട്ടനെ പൊട്ടനാക്കുകയാണ്. ഇന്ദ്രേട്ടനെ ഞാനും ശ്യാമും കൂടിയിട്ടാണ് ഇതെല്ലാം അറിയിക്കാൻ പോകുന്നത് എന്ന് വരുത്തി തീർത്ത് അമ്മ അത് അനുചേച്ചിയിൽ എത്തിക്കും. എന്നാലല്ലേ അനുചേച്ചി നമ്മുടെ വീട്ടിലോട്ട് വരാതിരിക്കുള്ളൂ, അനുചേച്ചി ഇന്ദ്രേട്ടനും കൂടി പിന്നീട് അകലുകയുള്ളൂ. അപ്പോൾ അതിനെന്താ വഴി എന്ന് സത്യനോട് ചോദിക്കുമ്പോൾ, അമ്മ ഇപ്പോൾ എവിടെയാണുള്ളത്? അമ്മ അർഷയുടെ വീട്ടിലുണ്ട്. എന്നാൽ നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് അർഷയും അമ്മയോടും കൂടി പറയണം, നിങ്ങൾ ഈ അനുചേച്ചിയെ ഈ വിവരം അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ രവിയെ ഈ വിവരം അറിയിക്കും എന്നുള്ള വിവരം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പരിഹാരം കിട്ടും. അത് ശരിയാണല്ലോ, അത് കിട്ടുമോ? കിട്ടും. അവൾക്ക് പേടിയുണ്ടാവും രവി അറിയുന്നതിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ പണി ചെയ്യാമെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന സോന പറയാം, എന്താ പെട്ടെന്ന് ശ്യാമേട്ടനെയും കൂട്ടി പോകാൻ നോട്ടിക്ക് സത്യേട്ട, ഇപ്പോഴമ്മ അവിടെ ഇല്ല, അമ്മ അവിടുന്ന് രാവിലെ ഇറങ്ങിയതാണ്, തീർച്ചയായും അമ്മ പോയിരിക്കുന്ന അർഷയുടെ അടുത്തോട്ടാണ്, അതുകൊണ്ട് ഇപ്പോൾ അവിടെ തന്നെ വെച്ച് രണ്ടുപേരെ ഒരുമിച്ച് കണ്ടു കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ അവിടെ ശ്യാമിനോട് സത്യം പറയാൻ, നീ വരണ്ട, നീ വന്നാൽ മരുമകൻ ആരാ ഇതിൽ ഇടപെടാൻ എന്ന് പറഞ്ഞ അമ്മ നിന്നെ നാണം കെടുത്തും, അതിലും നല്ലത് ഞങ്ങൾ മക്കൾ തന്നെ കാര്യങ്ങൾ പറയായിരിക്കും. മക്കൾ പറഞ്ഞാൽ അമ്മക്ക് നിഷേധിക്കാനും കഴിയില്ല, അമ്മക്ക് അതിന് മറുപടി പറയാനും കഴിയില്ല, അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ സോനയും സത്യനും കൂടിയിട്ട് ബൈക്കുമ്പോൾ കയറി പോവാണ്. എന്നാൽ ഈ സമയം ഹർഷയോട് കാര്യങ്ങൾ പറയാണ്. സത്യൻ എല്ലാ വിവരവും അറിഞ്ഞിട്ടുണ്ട് എന്ന് ഹർഷയോട് പറയുമ്പോൾ ഹർഷ പറയണം, അവൻ്റെ ഏട്ടൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നത്, അതുകൊണ്ട് അറിഞ്ഞു വെച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ, ഇനി ഈ ലോകത്ത് ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, എന്താ ഹർഷ ഇത്ര ബോധമില്ലാതെ സംസാരിക്കുന്നത്, രവിയേറ്റി കേട്ട് വന്നാൽ ഇതിനെല്ലാം അവസാനമാവില്ല. അപ്പോൾ ഉടൻ തന്നെ, അയ്യോ, എനിക്ക് ആകെ പേടിയുള്ളത് രവിയേട്ടനെ മാത്രമേ ഉള്ളൂ, രവിയേട്ടെ അറിഞ്ഞു കഴിഞ്ഞാലാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുള്ളൂ, വേറെ ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഇന്ദ്രൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിലോട്ട് വരുന്നത് വരെ രവിയേട്ടൻ അറിയരുത്, ഇത് ഇന്ദ്രൻ്റെ കുഞ്ഞല്ലേ, അതിനെ എനിക്ക് സമാധാനത്തോടു കൂടി പ്രസവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പെട്ടെന്നങ്ങ് സുശീല ഇല്ലാതാവാണ് കേട്ടോ. എന്നിട്ട് അവിടെ പറയാണ്, ഇനിയിപ്പോൾ രവിയേട്ടൻ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അവർ
അവനെ അങ്ങനെ മണ്ടത്തരം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രവിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തായാലും രവിയേട്ടൻ വേണ്ടെന്ന് വെക്കും. വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റത്തടിയായില്ലേ, പിന്നെ എനിക്ക് എൻ്റെ ഇന്ദ്രനെ സ്വന്തമാക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുശീലയ്ക്ക് ഒരു പേടി വരികയാണ് കേട്ടോ. എന്നാൽ ശരി, ഞാനിനി അധികം ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ രവി കയറി വരുന്നു കേട്ടോ. അങ്ങനെ രവിയെ കണ്ട ഹർഷ രവിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കഴിഞ്ഞ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് തൂങ്ങുകയൊക്കെ ചെയ്യാണ് കേട്ടോ. എന്തായി പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇനി നാളെ ചെല്ലാറാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ രവിയേട്ടാ? അപ്പോൾ എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രവി അങ്ങ് താഴെ ഇറങ്ങുമ്പോൾ സുശീലാൻ്റെ എനിക്ക് നാളെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്, സുശീലാൻ്റെ എൻ്റെ കൂടെ ഒന്ന് വരുമോ? അപ്പോൾ ഉടനെ തന്നെ സുശീല പറയണം എന്തായാലും ഞാൻ വരാം, എന്നിട്ട് വേണം ആ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കാൻ, എനിക്ക് ആ ചിരുവിനെ കുറിച്ച് ചില സത്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയണ്ട. അങ്ങനെ ഈ സമയം സുശീല അവിടെ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഗേറ്റിൻ്റെ വെളിയിലോട്ട് കടക്കുമ്പോഴാണ് സോനയും സത്യനും കൂടി കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗേറ്റ് കടന്നു പോയത് കൊണ്ട് തന്നെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മിസ്സായി പോയി, അവർ രണ്ടുപേരും ഒരുമിച്ച് കിട്ടണമായിരുന്നു, പക്ഷേ ഇനി അത് കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന വഴി സോന അമ്മയെ ഇങ്ങോട്ടുള്ള വരവ് തടയണം. അതിനെന്താ വഴി? അതൊക്കെയുണ്ട്, ഞാനും കൂടി അവിടെ വീട്ടിൽ വേണം എന്ന ആ ഒരു സമയമായിരിക്കുന്നു. എന്നാൽ സത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാവും. നമ്മുടെ അമ്മ നമ്മൾ തടഞ്ഞാലൊന്നും നിൽക്കില്ല എന്ന് പറയട്ടെ. അതെനിക്കറിയാം തടഞ്ഞാൽ നിൽക്കില്ല എന്ന്, പക്ഷേ അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അമ്മയെ ഇങ്ങോട്ടേക്ക് വിടാത്ത വിധത്തിലുള്ള ആ കളി അവിടെ കളിക്കണം, അതാണ് ചെയ്യേണ്ടത്. അതിൽ ഞാനും കൂടി അവിടെ വേണമെന്ന് പറയട്ടെ. എനിക്കൊന്നും മനസ്സിലായില്ല, നീ വാ എന്ന് പറഞ്ഞ് അവർ വണ്ടി തിരിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ദയയാണ് കാണിക്കുന്നത്. ദയ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ശബരി കയറി വരുന്നത്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദയയുടെ മുഖം വല്ലാതെ ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ദയയോട് ചോദിക്കുകയാണ്, എന്തായി അച്ഛൻ്റെ വിവരം? അച്ഛന് മരുന്ന് കൊടുത്തോ? എന്താ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അച്ഛൻ്റെ അടുത്ത് കയറിയില്ല, രാവിലെ തുടങ്ങിയതാണ്, കമ്പനിയിൽ കിടന്ന് കഷ്ടപ്പെടില്ല, അതുകൊണ്ട് തന്നെ അഴുക്ക് വല്ലാതെ ദേഹത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പോൾ താഴെ മറ്റുള്ളവരെ ഒന്നും കണ്ടില്ല, അവരാരും നിങ്ങൾക്ക് ചോർത്തി തന്നില്ലേ? നീ ഒന്ന് ദയവ് ചെയ്ത് ഒരു സ്വസ്ഥത കൊണ്ടാക്കുക, കാര്യം എന്താണെന്ന് വ്യക്തമാക്കി പറ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ നിങ്ങളുടെ അച്ഛന് മരുന്ന് കൊടുക്കാൻ പോയിട്ട് നിങ്ങളുടെ അച്ഛൻ എന്നെ ആട്ടി ഇറക്കിയതുപോലെ അവിടെ നിന്ന് വിട്ടു എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശബരി പറയണം, അതെന്താ അച്ഛൻ അങ്ങനെ ചെയ്യാൻ? അതിനെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളാ ഹൃദയശയും കൂടി ഇപ്പോൾ അച്ഛനെ എന്നിൽ നിന്ന് വേർപിരിച്ചില്ലേ? അച്ഛനെ ഇപ്പോൾ പഴയതുപോലെ എന്നോട് ഇഷ്ടമൊന്നുമില്ല, അതൊക്കെ എൻ്റെ തോന്നൽ മാത്രമാണ്, എൻ്റെ തോന്നലൊന്നുമല്ല, എന്നോട് ചെയ്തത് തന്നെയാണ്, എന്നെ വല്ലാതെ പൊട്ടിയാക്കാൻ ആരും ശ്രമിക്കണ്ട എന്ന് ദയ ശബരിയോട് തിരിച്ചും പറയാൻ കേട്ടോ. ഇതേ സമയം സുശീല തൻ്റെ ഇന്ദ്രൻ്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കിയൊക്കെയാണ്. രാത്രി സമയമാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ പുറത്തോട്ട് വരികയാണ്. ആ സമയമാണ് സത്യം കയറി വരുന്നത്. അങ്ങനെ ഇന്ദ്രൻ സത്യനെ കാണുമ്പോൾ അമ്മ സത്യം വന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സുശീല യാതൊരു കൂസലും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സോന വരികയാണ്. സത്യേട്ടൻ വന്നല്ല, സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും സുശീലയുടെ അടുത്തോട്ട് സത്യൻ ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും ഇത് കണ്ടില്ല അമ്മ, ഇന്ദ്രൻ നമ്മുടെ സത്യം തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോഴേക്കും സുശീല പറയാണ്, ഇവൻ വരുന്നുണ്ട് എന്നുള്ള ന്യൂസ് കിട്ടിയത് കൊണ്ടായിരിക്കും രാവിലെ ആ വട്ടംവിനയെ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഉടൻ തന്നെ സത്യം പറയും, ഞാനും വിനയനും തമ്മിൽ എന്താ ബന്ധം? അവളിപ്പോൾ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാനുണ്ട്. ആ കുഞ്ഞ് ഇനിയിപ്പോൾ ഇല്ലാതായാൽ നീയാണ് ഇല്ലാതാക്കിയതെന്ന് ന്യൂസും കിട്ടും. അതുപോലെ ആ കുഞ്ഞ് നിൻ്റേതാണെന്നുള്ള പറച്ചിലൊക്കെ വരും. അങ്ങനെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ പറയും, എന്താ അമ്മേ ഇങ്ങനെ സത്യനെ കുറിച്ച് ആവശ്യമില്ലാതെ പറയുന്നത്? പിന്നെ ഇവൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നവനല്ലേ, അതുകൊണ്ടാണ് ആ വിനയൻ്റെ വായിൽ ഇനി വരാനിരിക്കുന്ന ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും, അതിന് കൂട്ടുനിൽക്കാൻ ഇവനും ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ സത്യനെ ആകെ ഒന്ന് പകച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇത് പറഞ്ഞ് സുശീൽ അങ്ങ് കയറിപ്പോവുകയും ചെയ്തു. എന്നാൽ സത്യനാണെങ്കിലോ ശീരുവിൻ്റെ ഈ വിശേഷം അറിഞ്ഞ് ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ.